വാർത്തകൾ വിശദമായി നോക്കാം. കൊല്ലത്ത് കൊട്ടിക്കലാശം കഴിഞ്ഞു മടങ്ങിയ UDF പ്രവർത്തകരുടെ കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്ക്. ആശ്രാമം ലിങ്ക് റോഡിലാണ് അപകടം. ഹോക്കി താരങ്ങളായ പെൺകുട്ടികൾക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. പിന്നാലെ കൈവരി തകർന്ന് പെൺകുട്ടികൾ കായലിലേക്ക് വീണു. ഞങ്ങൾ ആദ്യ ചേട്ടൻ ഇടിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടിക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ വളഞ്ഞു കയറുമായിരുന്നു. സംഭവിച്ചെന്ന് പറഞ്ഞാൽ സിഗ്നലിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നു. എന്റെ തൊട്ട് പുറകെ വന്ന വണ്ടിയാണിത്. എന്ന് പറഞ്ഞാൽ അതിഭയങ്കര സ്പീഡായിരുന്നു. എന്നെ ഇടിക്കേണ്ടായിരുന്നു. ഞാൻ ലക്കിന് രക്ഷപ്പെട്ടതാ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ തൊട്ട് മുമ്പേ വന്ന രണ്ടുപേരാ. ഇവരുടെ ചെറുതായിട്ട് ലേശിയാണ് ആ വണ്ടി പോരുന്നത്. അതിൽ നടന്നു വന്നവരാണെന്നാ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇടി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ലിജോ റോളൻസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ലിജോ, എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? പലർക്കും ഇങ്ങനെ അപകടം പറ്റി വാഹനം നേരെ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? ഈ അപകടമുണ്ടായത് നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ കാർ അമിത വേഗതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് പോലീസും പ്രാഥമികമായി പറയുന്ന ഒരു കാര്യം. അത്തരത്തിൽ തന്നെയാണ് അമിത വേഗതയിൽ കാർ ഓടിച്ചു വന്ന അപകടം ഉണ്ടാക്കിയതിന് തന്നെയാണ് പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യം. ഈ അപകടം നടക്കുന്നത് ചിന്നക്കടയിലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങി പോകുക UDF പ്രവർത്തകരുടെ കാറാണ്. അതായത് ആ കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. 3 പേരുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. അതിൽ 2 പേരാണ് ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളത്. ഇവർ ഈ ആശ്രാമം ലിങ്ക് റോഡ് വഴി വരുന്ന സമയത്ത് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ ഫുട്പാത്തിലൂടെ നടന്നു വരികയായിരുന്ന കൊല്ലം സ്വദേശിനികളായിട്ടുള്ള 2 ഹോക്കി താരങ്ങൾ ഹോക്കി സ്റ്റേഡിയത്തിൽ നിന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് മടങ്ങിയ ധനലക്ഷ്മി, ചിന്നുലക്ഷ്മി എന്നിവരെയാണ് ഇടിച്ച് അവർ ആ ഇടിയുടെ ആഘാതത്തിൽ കായലിലേക്ക് വീഴുകയും ചെയ്തു. സമീപത്തെ കടകളിൽ ഉണ്ടായിരുന്ന 2 ആളുകൾ യുവാക്കൾ ഓടിയെത്തിയാണ് അവരെ വളരെ വേഗത്തിൽ തന്നെ തിരികെ എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരം എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിൽ കഴിയുന്നത്. മറ്റൊരാൾക്ക് കൈക്കും മറ്റുമൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാറിൽ ഉണ്ടായിരുന്ന 2 പേർക്കും നിസാര പരിക്കുകളോടെ അവരും ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമിത വേഗത്തിൽ ഇത്തരത്തിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് മറ്റു വാഹനങ്ങൾ ഉൾപ്പെടെ ഇടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പലരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ വലിയൊരു അപകടം ഉണ്ടാവുകയും ആ കൈവരി ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ലിങ്ക് റോഡിന് സമീപത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ശരി, ആശ്രാമം ലിങ്ക് റോഡിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അമിത വേഗത കാരണം കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ്. എന്തായാലും ഹോക്കി താരങ്ങളായ പെൺകുട്ടികൾക്കാണ് പരിക്കേറ്റത്. വിശദാംശങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.